ഹായ് ഫ്രണ്ട്സ്, ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ പേഷ്യൻസുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇപ്പോഴും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പലർക്കും അറിയത്തില്ല എന്ന് മനസ്സിലായത്. കാരണം എന്താണ് റൂട്ട് കനാൽ എന്ന് അറിയാത്തടത്ത കാരണം അവർക്ക് തന്നെ എപ്പോഴും പേടിയാവുന്നു, അല്ലെങ്കിൽ ഇത് ഭയങ്കര വേദനയുള്ള ഒരു പ്രൊസീജിയറാണ്. കേട്ടിട്ടുണ്ട് റൂട്ട് കനാൽ എന്താണെന്ന്, പക്ഷെ അതൊന്നും വേണ്ട, ഭയങ്കര കോസ്റ്റ്ലി അഫെയർ ആണെന്നുള്ള രീതിയിൽ അവരെന്നോട് സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എന്താണ്. ആദ്യം പല്ലിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ പറഞ്ഞേക്കുന്ന പോലെ ഏറ്റവും ടോപ്പ് ലെയർ ഇനാമൽ, അതിൻ്റെ തൊട്ടടുത്ത് ഡെന്റിനുണ്ട്, അതിൻ്റെ താഴെയുള്ളതാണ് പൾപ്പ്. ഈ പൾപ്പിൽ ബ്ലഡ് സർക്കുലേഷനും അതിൻ്റെ അകത്ത് നെർവ്സും ഉണ്ട്. ആ ഏരിയയിലേക്ക് അപ്പോൾ ആദ്യത്തെ 2 ലെവലിൽ എന്ന് വെച്ചാൽ ഇനാമലിലും ഡെന്റിനും വരുവാണെങ്കിൽ നമുക്ക് നോർമൽ ഫില്ലിങ്ങിൽ ചെയ്യാൻ പറ്റും. വൺസ് അത് അടുത്ത ലെയറിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ പൾപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആകുമ്പോൾ അതിൻ്റെ പല്ലിൻ്റെ അടിയിലേക്ക് വേദന വരാൻ തുടങ്ങുകയും പല്ല് കടിക്കുമ്പോൾ പെയിൻ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ആ പല്ല് നമുക്ക് നിലനിർത്തണമെങ്കിൽ ആ പല്ലിൻ്റെ ആ വേരിൻ്റെ അകത്തുള്ള ആ കനാൽ ക്ലിയർ ആക്കി വാഷ് ചെയ്ത് അത് അതിൻ്റെ അടി മുതൽ ഫില്ല് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. നോർമൽ കേസിൽ നമുക്കത് ചെറിയ ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മരപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. 2-3 വിസിറ്റിൽ അത് പ്രോപ്പറായിട്ട് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. സിംഗിൾ സിറ്റിങ്ങിലും ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഒരു ആൻറ്റിബയോട്ടിക് കവറേജ് ചില കേസുകളിൽ വേണ്ടി വരുമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു പല്ല് പറിച്ചു കളഞ്ഞിട്ട് അവിടെ വേറൊരു ബ്രിഡ്ജ് വെച്ച് റിപ്പയർ ചെയ്ത് നമ്മളത് ചെയ്യുന്നതിന് പകരം സ്വന്തം പല്ല് അതേ സ്ട്രെങ്തോടു കൂടി നമുക്ക് പ്രിസർവ് ചെയ്യാൻ സാധിക്കും. അതേ ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്ത് ചവയ്ക്കാനും സാധിക്കും. വളരെ ചുരുക്കം കേസുകളിൽ നമുക്ക് ആ പല്ല് ക്രൗൺ ഇല്ലാതെ അല്ലെങ്കിൽ ക്യാപ്പ് ഇടാതെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ആ പല്ല് ബ്രിട്ടിലാവുന്നത് കൊണ്ട് തന്നെ അത് ക്യാപ്പ് ചെയ്ത് സുരക്ഷിതമാക്കുന്നതാണ് ലോങ് റണ്ണിന് നല്ലത്. കുട്ടികളിലും ഇതേ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് വേരിയേഷൻ ഉണ്ട്. കുട്ടികളുടെ പല്ലുകൾ നോർമലി അവരുടെ അണപ്പല്ലുകൾ 12 വയസ്സ് വരെയുള്ള സമയത്ത് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ വലിയവരുടെ റൂട്ട് കനാൽ ചെയ്യുന്നത് പോലെ അല്ല അത് ചെയ്യുന്നത്. പക്ഷെ കുട്ടികളിലും ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് വേറെ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.